ഓയിസ്ക ഇന്റർനാഷണലിന്റെയും തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിന്റെയും നേതൃത്വത്തിൽ നടത്തിയ നാട്ടുപൂക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി. 230-ലേറെ നാട്ടുപൂക്കളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ഓയിസ്ക ഇന്റർനാഷണലിന്റെ പ്രവർത്തകരും കോളേജിലെ വിദ്യാർത്ഥികളും കൊണ്ടുവന്ന പൂക്കളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. 5ാമത്തെ വർഷമാണ് ഓയിസ്ക ഇന്റർനാഷണൽ നാട്ടുപൂക്കളുടെ പ്രദർശനം ഒരുക്കുന്നത്. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രദർശനത്തിൽ നമ്മുടെ മറവിയിലേക്ക് പോയ പല നാട്ടുപൂക്കളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 230 തരം നാട്ടുപൂക്കളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. നാട്ടുപൂക്കളെ സംരക്ഷിക്കുക, അവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് ഓയിസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ KS രജിതൻ പറഞ്ഞു. ഇപ്പോൾ നാട്ടുപൂക്കളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൂക്കളുടെ ഒരു എക്സിബിഷൻ പ്രദർശനം. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ് ഓയിസ്ക ഇന്റർനാഷണൽ ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ നാട്ടിൽ അവകാശമുള്ളതാണ് ചെടികൾക്കും. പല നാട്ടുപൂക്കളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നാളെ അത്തമാണ്, പക്ഷേ പലരും പൂക്കളത്തിലിടുന്നത് പുറമേ നിന്ന് കൊണ്ടുവരുന്നതും പ്ലാസ്റ്റിക് പൂക്കളൊക്കെയാണ്. അപ്പോൾ ഈ നാട്ടുപൂക്കളെ സംരക്ഷിക്കുക, അതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പൂക്കളുടെ എക്സിബിഷൻ നടത്തുന്നത്. നാട്ടിൽ സാർവത്രികമല്ലാത്ത പൂക്കൾ വരെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രദർശനത്തിനെത്തിയ പൂക്കളിൽ കൂടുതലുള്ളത് നമ്മുടെ നാടൻ ചെമ്പരത്തിയും കൃഷ്ണകിരീടവും കോളാമ്പിപ്പൂവും തന്നെയെന്ന് സംഘാടകർ പറയുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.